ഈ സൈബർ അധിക്ഷേപ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തിയേക്കും എന്നുള്ളതാണ്. രാഹുൽ ഈശ്വറിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. കൂടുതൽ വകുപ്പുകൾ ചേർത്താൽ നാളെ കോടതിയിൽ ഹാജരാക്കും. ഇന്ന് വിട്ടയക്കാനുള്ള സാധ്യതയില്ല എന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. റിനു ശ്രീധർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. റിനു, പുതിയ വിവരങ്ങൾ എന്താണ്? റിനു. റിജിത്ത്, ഇപ്പോൾ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് രാഹുൽ ഈശ്വറിനെതിരെ ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യൽ ഇപ്പോഴും നടക്കുകയാണ്. കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കടുത്ത വകുപ്പുകൾ ചേർത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയുണ്ട്, വീണ്ടും റീ രജിസ്റ്റർ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാഹുൽ ഈശ്വറിനെ പുറത്തേക്ക് വിടില്ല. നിലവിൽ നമുക്ക് ലഭിച്ച വിവരം അനുസരിച്ച് ജാമ്യം കിട്ടുന്ന വകുപ്പുകളായതുകൊണ്ട് തന്നെ ജാമ്യത്തിൽ വിടും, സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുമെന്നുള്ളതാണ് ലഭിച്ച വിവരം. പക്ഷേ കൂടുതൽ വകുപ്പുകൾ ആഡ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കാൻ സാധ്യതയുണ്ട് എന്നും നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ ഈ പെൺകുട്ടിയുടെ, അതായത് ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കേസിലാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ഏകദേശം 2.5-3 മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷമാണ് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഈ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. അദ്ദേഹത്തിന്റെ അറസ്റ്റ് നിലവിൽ ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടില്ല, ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടില്ല. ഔദ്യോഗികമായി അല്പസമയത്തിന് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. റിജിത, ഈ മറ്റു പ്രതികൾ കൂടിയുണ്ട് ഈ കേസിൽ. 5 പേർ പ്രതിപ്പട്ടികയിൽ വരുന്നുണ്ട്. അതിൽ KPC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ 4ാം പ്രതിയാണ്. മറ്റു പ്രതികളുടെ കാര്യത്തിൽ അന്വേഷണ സംഘം എന്താണ് ആലോചിക്കുന്നത്? റിജിത്ത്, നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. രാഹുൽ ഈശ്വർ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറ്റവും പുതുതായി നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം, ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിലായിരിക്കുന്നു. അറസ്റ്റ് ഔദ്യോഗികമായി തന്നെ സൈബർ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുമോ എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കേണ്ടത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 5 പ്രതികളാണ് ഈ കേസിൽ ഉള്ളത്. 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ഏറ്റവും പുതുതായി നമുക്ക് നൽകാൻ വിവരം, അറസ്റ്റിലായിരിക്കുന്നു രാഹുൽ ഈശ്വർ. ഈ കേസിൽ പെൺകുട്ടിയുടെ, അതായത് ഇരയുടെ പേര് വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ നേരത്തെയൊക്കെ തന്നെ ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകിയിരുന്നു. ഏതൊക്കെ വകുപ്പുകളാണ് കൃത്യമായി ഇതിൽ ചേർത്തിരിക്കുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ നൽകിയതാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യ അറസ്റ്റ്, അതായത് നിലവിൽ ഈ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആദ്യ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു ഔദ്യോഗികമായി എന്നുള്ളതാണ്. മറ്റുള്ളവരെയും, മറ്റ് 4 പ്രതികളെയും പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും കസ്റ്റഡിയിലെടുക്കാനും ഉള്ള തീരുമാനത്തിലും ആണ് എന്നുള്ളതാണ്. നാളെയോ മറ്റന്നാളോ അത്തരം നടപടികളിലേക്കും പോലീസ് പോകും. എന്തായാലും ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ജാമ്യത്തിൽ വിടുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അല്പസമയത്തിനകം വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുമോ എന്നുള്ളതും ഉറ്റുനോക്കുന്നുണ്ട്. എന്തായാലും BNS 72, 79, 351, IT ആക്ട് 43, 46 എന്നീ വകുപ്പുകളാണ് ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. BNS 72 ഇരയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തി എന്നുള്ളതാണ് കുറ്റം. BNS 79 സ്ത്രീത്വത്തെ അപമാനിക്കൽ, BNS 351 ഭീഷണിപ്പെടുത്തൽ, ഒപ്പം IT ആക്ട് ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ ദുരുപയോഗം. ഈ വകുപ്പുകളാണ് നിലവിൽ ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. കേസിൽ 4ാം പ്രതി സന്ദീപ് വാര്യറാണ്. രാഹുൽ ഈശ്വർ 5ാം പ്രതി, 1ാം പ്രതി രഞ്ജിത പുളിക്കനാട്, 2ാം പ്രതി അഡ്വക്കേറ്റ് ദീപ ജോസഫാണ്. ഇങ്ങനെയാണ് പ്രതിപട്ടികയിലെ അംഗങ്ങളുടെ വിവരം. എന്തായാലും ഇദ്ദേഹത്തെ അല്പസമയത്തിന് ഇനി പുറത്തേക്ക് കൊണ്ടുവരും, അതായത് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുമോ എന്നുള്ളതാണ് ഏറ്റവും ഉറ്റുനോക്കുന്നത്. എന്തായാലും അറസ്റ്റ് ഇപ്പോൾ ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റിജിത്ത്, വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. ഈ സൈബർ അധിക്ഷേപ പരാതിയുമായി ബന്ധപ്പെട്ട്, കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് ഇപ്പോൾ അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കൂടുതൽ വകുപ്പുകൾ രാഹുൽ ഈശ്വറിന് മേൽ ചുമത്താനുള്ള നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്ന്, സൈബർ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു. 5 പേരെയാണ് പ്രതിപട്ടികയിൽ ചേർത്തിരിക്കുന്നത്. അതിൽ KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ ഈ കേസിലെ 4ാം പ്രതിയാണ്. 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം, AR ക്യാമ്പിൽ ഏതാണ്ട് 2.5 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യൽ, അതിനുശേഷവും ചോദ്യം ചെയ്യൽ തുടർന്നു. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. കൂടുതൽ വകുപ്പുകൾ ചുമത്താനടക്കമുള്ള നീക്കം സൈബർ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.